അവിടെ ഭക്ഷണ വിതരണം ചെയ്തത് കൊണ്ടായിരിക്കും അത്തരം രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് പല രൂപത്തിലാണ്. ഹറാമായ രൂപത്തിലുമുള്ള ഭക്ഷണങ്ങളുമുണ്ട്, ഹലാലായ രൂപത്തിലുള്ളതുണ്ട്. അപ്പൊ ഇത് രണ്ടും വേണ്ട, ഹലാലും വേണ്ട ഹറാമും വേണ്ട. ഈ ഹലാലും ഹറാമും എന്താണെന്ന് ചില ആളുകൾ ഇപ്പോ, ഞാൻ ഇതൊരു ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇപ്പൊ ഇന്ന് കോഴിക്കോട് SM സ്ട്രീറ്റിൽ ഞാനൊരു ഹോട്ടലിൽ കാലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ആ ഹോട്ടൽ 2ാം ഗേറ്റിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. SM സ്ട്രീറ്റിന്റെ ആ സെൻട്രലിൽ നിന്ന് ആ തിയേറ്ററിന്റെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് വരുന്ന ഭാഗമാണ്. ആ ഒരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം അതൊരു ഹിന്ദുക്കളുടെ ഒരു ഹോട്ടലാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ ഇടയിലൊക്കെ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കയറി മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത്, അങ്ങനെ ആക്കണത് ഇങ്ങനെ ആക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല രൂപത്തിലും ആ ഒരു സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഓരോ സംഭവങ്ങളും ഇവിടെ ഉണ്ടാക്കി. ഇപ്പോ ഞാനും പോയി കഴിച്ചത് ആ ഹിന്ദുക്കളുടെ ഹോട്ടലിൽ നിന്നാണ്. അതോടനുബന്ധിച്ച് ആ ഹോട്ടലിൽ ഒരു 10-12 പേര് എങ്കിലും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. സ്ത്രീകളും കുട്ടികളും അവരുടെ ഹസ്ബൻഡും ഒക്കെ അടങ്ങുന്ന ആളുകൾ തന്നെ ആ ഭക്ഷണം അവിടുന്ന് കഴിച്ചു. അവർ വിശ്വാസികളാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ഭക്ഷണം അവർ കഴിച്ചു കഴിഞ്ഞാൽ ആ ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഹറാമായ രൂപത്തിലുള്ള ഭക്ഷണമാണെങ്കിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ കഴിക്കുക? അതുപോലെ തന്നെ മുസ്ലിം ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു ഐത്തം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഹിന്ദുക്കളും അതുപോലെ മറ്റു വിഭാഗക്കാരും ഒരു ഐത്തം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് പല ഹോട്ടലുകൾക്ക് നേരെയും പല രൂപത്തിലുള്ള അക്രമങ്ങളും നടത്തി വന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ചൂരൽമലയിൽ വയനാട്ടിൽ അരങ്ങേറിയത്. അവിടെ ഹലാലും വേണ്ട ഹറാമും വേണ്ട. കാരണം സേവാഭാരതിയുടെ ആ ഒരു പ്രവർത്തകന്മാർ വളരെ ശക്തമായ രൂപത്തിൽ തന്നെ അവരുടെ പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചു. ഭക്ഷണ സാധനങ്ങളും ഒക്കെ സപ്ലൈ ചെയ്തു. അവിടെ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നൊന്നും നോക്കാതെ തന്നെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തു. എല്ലാ മനുഷ്യരും അത് കഴിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംഘടന വന്നു. മുസ്ലിം ലീഗിന്റെ സംഘടന അവർ 8000 പേർക്കുള്ള ഭക്ഷണങ്ങൾ ദിവസവും വിതരണം ചെയ്തു. ഓരോ രക്ഷാപ്രവർത്തകരും നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് സൈക്കിളിൽ വെച്ചും അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചും ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളും അവർ ചെയ്തു. ഇത് മരിച്ചുപോയ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതല്ല. ആ മരിച്ചുപോയ ആളുകളുടെ ആ ഒരു പേരിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തതല്ല. അവിടെ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന ജനങ്ങൾക്ക് അവർ ഒരിക്കലും തളർന്നു വീഴരുത് എന്നുള്ള രീതിയിൽ ആ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ സന്നദ്ധ സംഘടനകളും ഈ വയനാട് കേന്ദ്രീകരിച്ച് പല ദിശയിലായിട്ട് ഭക്ഷണ വിതരണം അരങ്ങേറിയത്. ഒറ്റ ദിവസം കൊണ്ട് ചുരുങ്ങിയാൽ ഒരു 8 മണിക്കൂറെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത അവസ്ഥയിൽ ആകെ പരിഭ്രാന്തിയിലാക്കി മാറ്റിയെന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നാലും അവർക്കൊന്നും സംഭവിക്കില്ല. കാരണം 30 ദിവസം നോമ്പനുഷ്ഠിച്ച് ജീവിച്ച് പരീക്ഷിക്കുന്ന ആ ഒരു മുസ്ലിം ജനതയെക്കുറിച്ച് ഇവിടെയുള്ള ആ ഒരു ഭരണാധികാരി ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇവർക്കിട്ട് പണി കൊടുക്കാനാണല്ലോ ഈ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചത്. അപ്പൊ ഇവർ ചിന്തിച്ചത് വേറെ രൂപത്തിൽ. പക്ഷേ ഇതിനും പുറമെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും വേറൊരു രൂപത്തിൽ. ഇനി ഇപ്പോൾ ഒരുപാട് കോടികളുടെ കണക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക്. അതൊന്നും ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവതരിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ നമ്മൾ നോക്കിയാൽ മതി. കാരണം ആ പാവപ്പെട്ടവരുടെ ആ മരണപ്പെട്ടു പോയ ആ കുടുംബങ്ങൾ, ഒറ്റപ്പെട്ടു പോയ കുട്ടികളും അതുപോലെ തന്നെ ഉമ്മ പെങ്ങന്മാരും അവർക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും
ഫണ്ട് സ്വരൂപിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സാമഗ്രിക സാധനങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു സന്നദ്ധ സംഘടനകളെയും വിലക്കി നിർത്തിയിട്ടും ഇപ്പോഴും അവിടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് ഭയക്കേണ്ടത്? അപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന അതേ രൂപത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലും അരങ്ങേറാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നതാണോ എന്നെനിക്ക് വളരെ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറയുന്ന പാർട്ടി ജയിക്കാതെ വന്നപ്പോൾ ആ ഒരു ബെറി മൂത്തിട്ട്, നമ്മുടെ നാട്ടിൽ ബെറി എന്ന് പറയും, ഒരു മനുഷ്യനിക്ക് ഒരു പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു ബെറി പിടിക്കുക, ഞാൻ ചെയ്യുന്നത് നിങ്ങളെന്തിനട തടഞ്ഞ് എന്നുള്ള ഒരു രൂപത്തിൽ. അപ്പൊ അതുപോലെ ഉള്ള ഒരു സംഭവമാണ് ഈ നാട്ടിൽ അരങ്ങേറുക എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം ബംഗ്ലാദേശിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലിബിയയിലൊക്കെ നടന്ന സംഭവത്തിനൊക്കെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭരണം തന്നെ കാഴ്ചവെക്കും. ഹായ് ഫസൽ ഖാൻ, ഹലാൽ വേണം കഴിക്കാൻ, ഹറാം ആ വഴിക്ക് ഉണ്ടാക്കിയ പണം കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കൊടുക്കരുത്. പിന്നെ ഈ ദിനങ്ങളിൽ ഒരിക്കലും ഹലാൽ ഹറാം എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ അതിൻ്റെ സമയമല്ല. ഭിന്നിപ്പ് ശരിയാണ്, വളരെ സത്യമാണ് പറഞ്ഞത്. കാരണം ഭിന്നിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ അവിടെ കൊടുത്തിരുന്ന ഭക്ഷണങ്ങൾ, രണ്ട് വിഭാഗക്കാരാണ് അവിടെ കൂടുതലും ഭക്ഷണം കൊടുത്തിരുന്നത്. ആ ഭക്ഷണത്തെ മുടക്കിക്കൊണ്ടാണ് ആ ഒരു സംഭവം ഒറ്റ ദിവസം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാർ മൊത്തത്തിൽ പട്ടിണിയാക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഫസൽ ഖാൻക്ക് അറിയാത്തത് കൊണ്ടാണോ എന്തൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വേറൊരു കാര്യം കൂടി ഇപ്പോ ഈ വ്യക്തി പറഞ്ഞു, ഹറാമായ വഴിക്ക് ഉണ്ടാക്കിയ പണം കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നു. ഇവിടെ പലിശക്ക് ഇസ്ലാം ഏറ്റവും കൂടുതൽ പറയുന്നത് പലിശ പണത്തിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ പലിശ ഉപയോഗിക്കാത്ത ഏത് മനുഷ്യന്മാരാണ് ഈ ലോകത്തുള്ളത്? എല്ലാവരും പലിശക്ക് പണം എടുത്തിട്ട് പല രൂപത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പലിശക്ക് പണം എടുത്തിട്ട്, ഇപ്പൊ ബാങ്കിൽ നിന്ന് നമ്മൾ പണം എടുക്കുന്നത്, ആ ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോൾ ബാങ്കിന് ഒരു പലിശ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പണം എടുക്കുന്നത്. ഇപ്പൊ ഒരു വാഹനം എടുക്കുന്നത്, ആ വാഹനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വാഹനത്തിന് ഒരു പ്രത്യേക ഒരു EMIക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ അല്ലേ, പലിശയാണത്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പല രൂപത്തിലും ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഹറാമായ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ച ആ ഹോട്ടലിൽ ഞാൻ കണ്ട കാഴ്ചയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആരും ഇനി ഹറാമിൻ്റെയും ഹലാലിൻ്റെയും പേര് പറഞ്ഞ് ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ന് എന്നോടൊപ്പം ആ ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് 10-12 ആളുകൾ, മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന ഒരു മൊത്തം ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വയനാടിൻ്റെ സംഭവമാണ് ഞാനവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ ഹറാമും ഹലാലിൻ്റെതായിട്ടുള്ള രൂപത്തിലുള്ള ഒരു സംസാര വിഷയങ്ങൾ അവിടെ അരങ്ങേറിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, തീർച്ചയാണത്. അതല്ലെങ്കിൽ ആ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ആ പണത്തിൽ നിന്ന് കൈയിട്ട് മാന്തി, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മാന്തി എടുത്ത് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു വെപ്രാളം കാട്ടിയതാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അതൊന്നുമല്ല വിഷയം. അപ്പോൾ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം, അത് ഇറാഖും അതുപോലെ തന്നെ അമേരിക്കയും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പല രൂപത്തിലും വിന്യസിച്ച് നിൽക്കുന്ന സമയമാണ്. ഏത് നിമിഷവും ഇതിൽ സഖ്യം കൂടാത്തതായിട്ടുള്ള രാജ്യങ്ങളിലേക്കും, പണ്ട് നമ്മളൊക്കെ, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അണ്ടത്തോട് എന്ന് പറയും, ചാവക്കാട് പൊന്നാനി റൂട്ടിൽ അണ്ടത്തോട് എന്ന് പറയുന്ന ആ പ്രദേശത്ത് എൻ്റെ സുഹൃത്തുണ്ട്, ജലാൽ തങ്ങൾ എന്ന് പറയും. മൂപ്പര് ബൈക്കിൻ്റെതായ ബൈക്ക് റിപ്പയറിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ സെൻട്രലിൽ വെച്ചിട്ട് ഒരു പെരുന്നാൾ ദിവസം നമ്മൾ പറയും റോക്കറ്റ് ബോംബ്, വാണം എന്ന് പറയും അതിനെ, സാധാരണക്കാർ പറയും വാണം വിടുക എന്ന് പറയും.
അപ്പോൾ പല രീതിയിലുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആ നാടിൻ്റെ ഭാഷ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ റോക്കറ്റ് ബോംബ് അവിടെ ഉണ്ടായിരുന്ന കുറേ പേപ്പർ കൂനയിട്ട് കത്തിച്ചതിൻ്റെ അവശിഷ്ടത്തിൽ ജലാൽ തങ്ങൾ എന്ത് ചെയ്തു? ഈ റോക്കറ്റ് ബോംബ് കൊണ്ടുപോയിട്ട് അവിടെ കുത്തിവെച്ചു. റോക്കറ്റ്